ഏ അത് അവിടെ എങ്ങനെ ആരാണ്ട് കൂടെ വന്ന രണ്ടുപേരും തമ്മിൽ വേറെ ഏതോ തർക്കം ഉണ്ടായതാ. സ്ഥാനാർത്ഥി തീരുമാനിച്ചില്ലല്ലോ. ഇതിന് അത് തർക്കം ഉണ്ടാവണം. അതെന്തോ DCC ഓഫീസിൻ്റെ പുറത്ത് ആരോ തമ്മിൽ വഴക്കിട്ടേന് ഞാൻ മറുപടി പറയണെന്തിന്? എന്നോട് ചോദിക്കണെന്തിനാ ചോദ്യം? ഒരു പരാതിയില്ല. കോഴിക്കോട് ജില്ലയിലൊക്കെ നല്ല രീതിയിൽ UDF ഘടകകക്ഷികൾ തമ്മിലുള്ള സീറ്റ് വിഭജനം ഭംഗിയായി നടക്കും. ഇന്ന് രാത്രിയാകുമ്പോഴേക്കും അത് മുഴുവനായിട്ട് പൂർത്തിയാവും. ഒരു വശത്ത് സീറ്റ് വിഭജനം ബാധകമല്ലാത്ത സീറ്റുകളിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയവും പ്രധാനപ്പെട്ട മറ്റ് ഘടകകക്ഷികളുടെ സ്ഥാനാർത്ഥി നിർണയം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ നാളെയും മറ്റന്നാളൊക്കെ ഈ 10 ദിവസം കൂടി കഴിഞ്ഞിട്ടുള്ളൂ നോമിനേഷൻ കൊടുക്കേണ്ടത്, ലാസ്റ്റ് ഡേറ്റ്. ഇത്രയും സീറ്റുകൾ ഏത് കാലത്താണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്? ഇപ്പോൾ ഇപ്പോൾ ഞാൻ എറണാകുളം DCC ഓഫീസിലാണ് ഈ പത്രസമ്മേളനം നടത്തുന്നത്. എത്ര പഞ്ചായത്തുകളില്ലെന്നറിയാമോ ഇവിടെ കൊണ്ട് തന്നിരിക്കുകയാണ്. തീർന്നു. എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ എൻ്റെ ആദ്യ അനുഭവമാണ് UDFൻ്റെ സീറ്റ് വിഭജനവും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയവും ഇത്ര വേഗത്തിൽ നടക്കുന്നത്. ഞാൻ എൻ്റെ നിയോജകമണ്ഡലത്തിലൊന്നും ഞാൻ ഇടപെട്ടിട്ടില്ല. തീർന്നു മുഴുവൻ. ഞാൻ ഇടപെടേണ്ടി വന്നിട്ടില്ല. തീർന്നു. നാളെ രാവിലെ ഇവിടെ DCC പ്രസിഡന്റിനെ കാണാൻ വേണ്ടി വരാൻ വേണ്ടിയോ. സീറ്റ് വിഭജനം 2 ആഴ്ച മുമ്പ് തീർന്നു. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയം തീർന്നു. നാളെ അവരെല്ലാം പ്രിൻ്റ് ചെയ്ത് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു നിയോജകമണ്ഡലം മുഴുവൻ. അങ്ങനെ എത്ര നിയോജകമണ്ഡലം ഉണ്ടെന്നറിയാം? ഞാൻ പറഞ്ഞ വിസ്മയമാണ്. അത്ര ആവേശത്തിലാണ് പ്രവർത്തകർ. അല്ലെങ്കിൽ ഓരോ സീറ്റിനും വേണ്ടി കടിവിൽ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. വളരെ അപൂർവം സീറ്റുകളിൽ ചിലപ്പോൾ 2, 3, 4 ആളുകൾ വളരെ ഇതായിട്ടുള്ള ആളുകൾ വരും, അർഹതയുള്ള ആളുകൾ. അപ്പോൾ നമ്മൾ ലീഡർഷിപ്പ് ഇടപെട്ട് നമ്മൾ നോക്കി അതിൻ്റെ ചില സോഷ്യൽ ബാലൻസും മറ്റു കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ ചെയ്യും. ഇതൊക്കെ ഒറ്റപ്പെട്ട വല്ല കാര്യങ്ങൾ അങ്ങനത്തെ ഒരു സീറ്റിലും കേരളത്തിൽ ഒരു സ്ഥലത്തും ഒരു പേയ്മെൻറ്റ് സീറ്റും നടക്കില്ല, ഒരു സ്ഥലത്തുമില്ല. എല്ലാം രാഷ്ട്രീയമായി തീരുമാനിക്കുന്ന സ്ഥാനാർത്ഥികളാണ്, അല്ലാതെ നടക്കും. വേറെ അല്ല. അല്ല, അത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. വെൽഫെയർ പാർട്ടി UDFന് പിന്തുണ നൽകിയിട്ടുണ്ട്. ആ പിന്തുണ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. വേറെ മറ്റ് നീക്കുപോക്കുകളൊന്നുമില്ല. ഞങ്ങളും പറഞ്ഞാൽ അവരും പറഞ്ഞല്ലോ വേറെ നീക്കുപോക്കുകളൊന്നുമില്ല. ഞങ്ങളുമില്ല. അവർ ഞങ്ങളുടെ മുന്നണിയിലെ കക്ഷിയല്ല. ഞങ്ങളുടെ മുന്നണിയിലെ പ്രത്യക്ഷമായോ പരോക്ഷമായോ മുന്നണിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കക്ഷിയല്ല. അതിന് CPMന് എന്താ അസുഖം? 3 പതിറ്റാണ്ട് കാലം വെൽഫെയർ പാർട്ടിയല്ല, അവരുടെ പഴയ രൂപമായ ജമായത്ത് ഇസ്ലാമി പിന്തുണ കൊടുത്തതല്ലേ CPMന്. പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും ജമായത്ത് ഇസ്ലാമിയുടെ ആസ്ഥാനത്ത് പോകാൻ ഒരു മടിയുണ്ടായില്ലല്ലോ. അന്നെന്താ വർഗീയവാദം ഉണ്ടായില്ലേ? ചുമ്മാ ഇതൊക്കെ CPMൻ്റെ അവസരവാദമാണ്. CPMൻ്റെ അവസരവാദം ഇതെല്ലാം മനസ്സിലായില്ലേ?